ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് യൂണിറ്റ് 2ന്റെ റിവിഷൻ ആണ്. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ആണ് നോക്കുന്നത് കേട്ടോ. സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതിലെ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളൊരു ഔട്ട്ലൈൻ ആണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് 3യുടെ മെയിൻ. എന്തായിരുന്നു ബാക്കി നമ്മള് സാധാരണയായിട്ട് 7 യൂണിറ്റിന്റെ പോർഷൻ അല്ലേ? ഓക്കെ, അതൊക്കെ നിർത്തി വെക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് റിവിഷൻ ആദ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് എടുക്കാത്തതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ, അതായത് പരമാവധി പെട്ടെന്ന് തന്നെ റിവിഷൻ ഇത് തീർത്തിട്ട് ഞാൻ ടൈം ഉണ്ടെങ്കിൽ അത് ഞാൻ പാരലൽ ആയിട്ട് എടുക്കാം കേട്ടോ. ടൈം കിട്ടാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണോ പറയുന്നത്? എന്തായിരുന്നു? റിവിഷൻ ക്ലാസ്സിൽ ഓരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണോ പറയുന്നത്? യെസ്, എല്ലാ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയേണ്ടത്. അപ്പൊ നമ്മള് അതായത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫുൾ എടുത്തൊരു കവേർഡ് സെഷൻ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്, ഫുൾ ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഫുള്ള് 12 ചാപ്റ്റർ ആണ് ഉള്ളതെന്ന് തോന്നുന്നു. 12 ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ഒരുവിധ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എങ്ങനെ എഴുതാം, എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് യൂണിറ്റ് 3 നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു കുറെ വട്ടമായിട്ട് നമ്മൾ ഓൾറെഡി ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോ ഇന്ന് യൂണിറ്റ് 3 നോക്കാം. നമുക്ക് യൂണിറ്റ് 7 തൊട്ട് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 7 തൊട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈനും ഞാൻ ആ ഒരു ടൈമിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോ യൂണിറ്റ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ കൂടുതലായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് എന്താണ്, സെൽഫ് പ്രസന്റേഷൻ, അതുപോലെ ഇംപ്രഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇംപ്രഷൻ ഫോർമേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ സെൽഫ് പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്രൈബ് സെൽഫ് പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്രൈബ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ്. അതാണ് ചോദിച്ചിരിക്കുന്നത് 4+6, അതായത് 10 മാർക്കിന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സെൽഫ് പ്രസന്റേഷൻ, അതുപോലെ സെൽഫ് പ്രസന്റേഷന്റെ ടാക്ടിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം വരുന്നത്. അപ്പോ അത് നമുക്ക് നോക്കി, ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോർഷൻ. കുറെ ചോദ്യങ്ങൾ സെൽഫ് പ്രസന്റേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പോർഷൻ നന്നായിട്ട് നോക്കുക. പിന്നെ രണ്ടാമത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ കൊഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് സോഷ്യൽ പേഴ്സൺ പെർസെപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഒരു വ്യക്തിയുടെ പെർസെപ്ഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മോട്ടിവേഷണൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ബേസിസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇതും 10 മാർക്കിന്റെ ചോദ്യമാണ്. പിന്നെ കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്താണ്, തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ, ഭയങ്കര ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു 3rd ചാപ്റ്റർ നോക്കുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട പോർഷൻ ആണ് ഈ പറയുന്ന സെൽഫ് പ്രസന്റേഷന്റെ തിയറികൾ. അത് സ്കിപ്പ് ചെയ്യരുത്, അതെന്തായാലും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിന്റെ ഒപ്പം ചോദിച്ചിരിക്കുന്ന സെൽഫ് എസ്റ്റീം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ആണ്, 150 വാക്കിൽ എഴുതാനായിട്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 5 മാർക്കിന് ഇംപ്രഷൻ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാവുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വീണ്ടും 150 വേർഡ്സിന് ഈച്ച് എഴുതാനുള്ളത് തന്നെയാണ്. ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 5 മാർക്കിന് വീണ്ടും. പിന്നെ വീണ്ടും കഴിഞ്ഞ കൊല്ലം, അതായത് ഈ ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത് കണ്ടോ,
സെൽഫ് പ്രസന്റേഷന്റെ തിയറീസും ടാക്ടിക്സും ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് സെൽഫ് പ്രസന്റേഷന്റെ തിയറീസും ടാക്ടിക്സുകളും ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, സെൽഫ് പ്രസന്റേഷൻ യൂസ് ചെയ്യുന്ന ടാക്ടിക്സുകൾ എന്തൊക്കെയാണ്, സെൽഫ് പ്രസന്റേഷന്റെ തിയറീസ് എന്താണ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് 3 സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് പഠിക്കണം, സെൽഫ് എന്താണെന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് സെൽഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് എന്നെ പറ്റിയിട്ട് എത്രത്തോളം അറിയാം, ഞാനൊരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ അതിനോട് പെരുമാറും, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ പറ്റി തന്നെ എത്രത്തോളം അറിയാം എന്നുള്ളതാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ആ ഒരു എന്ത് ചെയ്യാം, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെൽഫ് കൺസെപ്റ്റിൽ വരുന്നത്. നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടുള്ള എത്രത്തോളം അറിയാം, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ നേച്ചർ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറുകള്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടും എന്ത് പറയുന്നത്, നമ്മള് ഈ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇതിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. അപ്പോ സെൽഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന സെൽഫ് എന്താണ്, സെൽഫിന്റെ ഉള്ളിൽ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് നോക്കണം. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, ഞാനൊരു നല്ല ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് എല്ലാവരെയും ഭയങ്കര കൈൻഡ് ആയിട്ട് ഇത് ചെയ്യാൻ അറിയാം. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് സെൽഫ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പാഠത്തിൽ നിന്ന് സെൽഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതായത് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെൽഫ് കൺസെപ്റ്റിന് ഇൻട്രൊഡക്ഷൻ എഴുതാം. അതുപോലെ ടാക്ടിക്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ എഴുതാം. പിന്നെ സെൽഫ് എസ്റ്റീം, അങ്ങനെ സെൽഫുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും സെൽഫിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ഇനി വരുന്നത് ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് ആണ്. സെൽഫ് കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനോടനുബന്ധിച്ച് കുറച്ച് തിയറീസ് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ സെൽഫിനെ രൂപപ്പെടുത്തിയിരിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു 2 തിയറീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സോഷ്യൽ കമ്പാരിസൺ തിയറി ഉണ്ട്. ഇത് ജസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമില്ല കേട്ടോ. ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് മാത്രം വായിച്ചു വെച്ചാൽ മതി. ഇതുവരെ ഈ ഒരു പോർഷനിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ചോദ്യങ്ങളൊന്നും അധികം ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു വട്ടം കണ്ടേ ചോദിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു, ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത് ഈ തിയറീസ് ആണ്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ സോഷ്യൽ കമ്പാരിസൺ തിയറി എന്താണെന്നുള്ളതുമാണ്. അപ്പൊ ലുക്കിംഗ് ഗ്ലാസ് സെൽഫിൽ പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സെൽഫ് ഇമേജ് ഫോം ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയാണ്, നീ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലോ, നീ ഭയങ്കര കൈൻഡ് ആണല്ലോ എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരാളുടെ അടുത്ത് പറയാണ്,
കുട്ടി ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ കുട്ടി ഭയങ്കര അടിപൊളിയാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ എന്റെ ആ ഒരു ഒപ്പീനിയനും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ കുട്ടി ആ സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യാന്നാണ് പറയുന്നത്. അതാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫിന്റെ ഉള്ളിൽ വരുന്നത്. നമ്മൾ മറ്റുള്ളവർ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ കൂടി വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സെൽഫിനെ അല്ലെങ്കിൽ നമ്മളൊരു ഇതിനെ ഫോം ചെയ്തെടുക്കുന്നത് എന്നാണ് പറയുന്നത്, സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെയാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് സെൽഫിനെ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ കൺസെപ്റ്റ് എങ്ങനെയാണ് രൂപപ്പെടുത്തി എടുക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ മറ്റേ നമ്മുടെ എന്താണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി നമ്മൾ കെയർ ചെയ്യും. ആളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റാ, ആളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് കൈൻഡാ, അങ്ങനെ നമ്മൾ പറയില്ലേ. അതെന്താണ്, ഒരു കമ്പാരിസൺ ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ്, അതാണ് സോഷ്യൽ കമ്പാരിസൺ തിയറിയുടെ ഉള്ളിൽ വരുന്ന കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫോർമേഷൻ, നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ഫോം ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറി വരുന്നത് ഇതാണ്. പിന്നെ സെൽഫ് എസ്റ്റീം എന്താന്ന് പറയുന്നുണ്ട്, സെൽഫ് എഫിക്കസി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. സെൽഫ് എസ്റ്റീമിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ്, അതിൽ ഉൾപ്പെടുന്ന ജഡ്ജ്മെന്റ്സ്, ഇവാലുവേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾ ഹോണസ്റ്റ് ആണോ ഡിസോണസ്റ്റ് ആണോ, നിങ്ങൾ ഗുഡ് ആണോ ബാഡ് ആണോ, അങ്ങനെ നമ്മൾ എന്താണ് നമ്മളെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അതാണ് സെൽഫ് എസ്റ്റീമിന് വരുന്നത്. നമ്മളെ തന്നെ പറ്റിയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ജഡ്ജ്മെന്റ്സും ഇവാലുവേഷനുമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് എഫിക്കസി ഉണ്ട്. സെൽഫ് എഫിക്കസി വരുന്നത് മറ്റുള്ളവര് നമ്മുടെ എബിലിറ്റിനെ പറ്റിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കൺസെപ്റ്റ് ആണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എബിലിറ്റി, ഒരു ടാസ്ക് നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് സെൽഫ് എഫിക്കസിയിൽ വരുന്നത്. അതായത് ഇപ്പോ ടീച്ചർ എന്ത് ചെയ്യാണ്, ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഒരു കുട്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് വരികയാണ്, ഓക്കെ ഞാൻ ലീഡർ ആവാം ക്ലാസ്സിലെ. അത് എന്താണ്, ആ കുട്ടിക്ക് ഹൈ സെൽഫ് എഫിക്കസി ഉള്ളത് കൊണ്ടാണ്. അതായത് ആ കുട്ടിക്ക് ആ ടാസ്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് എന്തുണ്ട്, ആ കുട്ടിക്ക് ഉണ്ട്. അതാണ് സെൽഫ് എഫിക്കസിയിൽ വരുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള സെൽഫിനെ പറ്റിട്ട് ചോദിച്ചിട്ടുള്ളതില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഏതോ ഒരു വർഷം മാത്രം ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിന്റെ ഉള്ളിലാണ് ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇംപ്രഷൻ ഫോർമേഷൻ, അതുപോലെ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ അടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു എന്താ പറയാ നമ്മളെ പറ്റിയിട്ട് നല്ല കൺസെപ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന്, അതായത് അധികം ടൈം ഒന്നും എടുക്കാതെ ഫസ്റ്റ് ടൈം തന്നെ അവരെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഇവാലുവേഷൻസ് ഉണ്ടാക്കി എടുക്കുന്നു, അവരെ പറ്റിയിട്ടൊരു ഓവറോൾ അവരുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നു. ഇതൊക്കെ എന്താണ്, വേണമെങ്കിൽ ഇംപ്രഷൻ ആണെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഒരാള് വൈറ്റ് കോട്ടിട്ട് ഒരാള് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാള് ഡോക്ടറാണ് എന്ന് അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുന്നു. അത് ചിലപ്പോ ശരിയാവാം, ശരിയാവാതെ ഇരിക്കാം, ചിലപ്പോ ലാബ് അസിസ്റ്റന്റ് ആയിരിക്കാം, ചിലപ്പോ അത് ഒരു വേറെ എന്തെങ്കിലും രീതിയിൽ കൺസൾട്ട് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിലും വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ തവണയും ശരിയായിരിക്കണം എന്നില്ല, ചില സമയത്ത് എന്ത് വരാറുണ്ട്, തെറ്റാറുണ്ട് എന്നുള്ളതും പറയാണ്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലാണ് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ വരുന്നത് കേട്ടോ. തിയറീസ് നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നു 2-3 വട്ടമാണ് റിപ്പീറ്റ് ചെയ്ത് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇതില് വരുന്ന തിയറീസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംബോളിക് ഇന്ററാക്ഷനിസം വരുന്നുണ്ട്,
സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെസ്റ്റ് തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു 2 തിയറി ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാക്ടിക്സ് ആണ് സെൽഫ് പ്രസന്റേഷന്റെ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് സെൽഫ് പ്രസന്റേഷന്റെ തിയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലി ആൻഡ് മെഡ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ പറയുന്ന സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്ന തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. സിംബോളിക് ഇന്ററാക്ഷനിസം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സെൽഫ് പ്രസന്റേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് പ്രസന്റേഷനെ പറ്റിയിട്ട് പറയുന്ന തിയറീസ് ആണ്. അതിൽ സിംബോളിക് ഇന്ററാക്ഷനിസത്തിൽ പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ മറ്റുള്ളവര് നമ്മളെ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സെൽഫിനെ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കും. അതായത് മറ്റുള്ളവർക്ക് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവർ എങ്ങനെ ഇംപ്രസ്ഡ് ആവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യും. അതായത് ആരും വീട്ടിൽ പെരുമാറുന്ന പോലെ പുറത്ത് പോകുമ്പോ എന്ത് ചെയ്യില്ല, ബിഹേവ് ചെയ്യില്ല. നമ്മൾ പുറത്തേക്ക് പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ലൈറ്റ്ലി ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോ ഇതില് ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ പറയുന്നത് മറ്റുള്ളവര് നമ്മളെ എങ്ങനെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളൊക്കെ എന്നെ എല്ലാവരും ഒരു നല്ല ടീച്ചറായിട്ട് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ഡ്രസ്സിങ്ങും അപ്പിയറൻസും ഒക്കെ നോക്കുന്നു. അതെന്താണ്, ഒരു സെൽഫ് പ്രസന്റേഷൻ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്റെ സെൽഫിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോ മറ്റുള്ളവരെ എന്നെ എങ്ങനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു. ഈ ഒരു തിയറിയാണ് സിംബോളിക് ഇന്ററാക്ഷനിസത്തിൽ കൂലി മെഡ് എന്ന് പറയുന്ന 2 വ്യക്തികൾ പറയുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ചെയ്യുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ നമുക്ക് നോക്കാം. പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്യാണ്, ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ രാഹുൽ ഗാന്ധി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ആൾക്ക് മലയാളം ഒന്നും വലിയ വശം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മലയാളത്തിലൊക്കെ സംസാരിക്കുന്നു, ഒരു സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, പൂവൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന പോലെ ഒരു സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. മറ്റുള്ളവർ നമ്മളെ നന്നായിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്ന തിയറിയാണ് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെസ്റ്റ് തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ. അതായത് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെസ്റ്റ് തിയറി. അതില് ഉദ്ദേശിക്കുന്നത്, ഇത് പ്രൊപ്പോസ് ചെയ്തത് എർവിങ് ഗൂഫ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എർവിങ് ഗൂഫ്മാൻ. ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ ആളുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മുമ്പിൽ നമ്മൾ നല്ലൊരു ഫേസ് ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നല്ല സ്മൂത്ത് ഇന്ററാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരും പൊട്ടയാണെന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ ആയിരിക്കും പുറത്തേക്ക് ചെയ്യുക. അതേസമയം ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആളുടെ ക്ലോസ് ആയിട്ടുള്ള ബോണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിയൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സ്റ്റേജിൽ എന്ത് ചെയ്യിക്കും, ഫ്രണ്ട് സ്റ്റേജിൽ വളരെ മാന്യമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രീതിയിലായിരിക്കും സംസാരിക്കുക. ബാക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഗോസിപ്പുകളാവും നമ്മൾ പറയുന്ന, നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തെടുക്കാനായിട്ട് നോക്കും എന്നുള്ളതാണ് ഈ ഒരു തിയറിയില് ഗൂഫ്മാന്റെ, എർവിങ് ഗൂഫ്മാന്റെ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെസ്റ്റ് തിയറിയിൽ പറയുന്നത്. ഒരു സോഷ്യൽ കോണ്ടെസ്റ്റ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ നല്ലതായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജ് അല്ലെങ്കിൽ വേറൊരു ക്ലോസ് റിലേഷൻഷിപ്പ്, ക്ലോസ് ബോണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. ഇതാണ് ആ ഒരു തിയറിയിൽ, എർവിങ് ഗൂഫ്മാൻ പ്രൊപ്പോസ് ചെയ്ത തിയറിയിൽ പറയുന്നത്. ഈ 2 തിയറിയാണ് സെൽഫ് പ്രസന്റേഷന്റെ തിയറി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഫോർ എക്സാമ്പിൾ 10 മാർക്കിന് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കുകയാണ്, സെൽഫ് പ്രസന്റേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതുക, സെൽഫ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. സെൽഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് എഴുതുക.
പിന്നെ സെൽഫ് പ്രസന്റേഷനെ പറ്റിയിട്ട് അറിയാം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് എഴുതാം. നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നതാണ് സെൽഫ് പ്രസന്റേഷൻ വരുന്നത്. ഇതില് തിയറീസ് നോക്കുകയാണെങ്കിൽ 2 തിയറീസ് ആണ് വരുന്നത്. ആദ്യത്തെ തിയറി ഏതാണെന്നുള്ളത് എഴുതുക, രണ്ടാമത്തെ തിയറി ഏതാണെന്നുള്ളത് എഴുതുക. അതിന് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരും മെയിൻ കൺസെപ്റ്റുകളും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ഉള്ളിൽ വരുന്നത്, സെൽഫ് പ്രസന്റേഷൻ തിയറീസിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ആണ്. ഇതും എനിക്ക് തോന്നുന്നു 2ഓ 3ഓ തവണ നമ്മുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ടാക്ടിക്സുകൾ നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഷിയേഷൻ ഉണ്ട്, ഇന്റിമിഡേഷൻ ഉണ്ട്, അതുപോലെ സെൽഫ് പ്രൊമോഷൻ ഉണ്ട്, അസംബ്ലിഫിക്കേഷൻ ഉണ്ട്, സപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മുടെ എന്തിൽ വരുന്നത്, ടാക്ടിക്സ്, സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പോ ആദ്യത്തെ ഒരു ടാക്ടിക്സ് ആണ് നമ്മൾ നമ്മുടെ സെൽഫിനെ പ്രസന്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്കും പ്രസന്റ് ചെയ്യുമ്പോൾ ചില എളുപ്പ വഴികൾ അല്ലെങ്കിൽ ടാക്ടിക്സുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ ഒരു ടാക്ടിക്സ് ആണ് ഇൻഗ്രീഷിയേഷൻ എന്ന് പറയുന്നത്. ഈ ടാക്ടിക്സുകൾ പ്രൊപ്പോസ് ചെയ്തത് ജോൺസ് ആൻഡ് പിറ്റ്മാൻ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് കേട്ടോ. ജോൺസും പിറ്റ്മാനും ആണ്. ഇൻഗ്രീഷിയേഷൻ ആണ് ആദ്യത്തെ ഒരു സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഇതിന് നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഷിയേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഒരു മിനിറ്റ്, ഓക്കെ. അതായത് ഇൻഗ്രീഷിയേഷനിൽ മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യമുള്ളൂ, നമ്മൾ നമ്മുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടാക്ടിക്സിനെയാണ് ഇൻഗ്രീഷിയേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവര് എല്ലാവരും എന്നെ ലൈക്കബിൾ ആയിരിക്കണം, ലൈക്കബിൾ ആയിട്ട് കാണണം, മറ്റുള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടമാവണം എന്നാണെങ്കിൽ അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആ ഒരു ടാക്ടിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഗ്രീഷിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇന്റിമിഡേഷൻ എന്ന് പറയുന്നതാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ പേടി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ സെൽഫിനെ പ്രസന്റ് ചെയ്യുന്നതാണ് ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരിലെ പേടി ഉണ്ടാക്കുക. ഇപ്പോ പണ്ട് കാലത്ത് ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു പേടി, ഇതൊക്കെ എന്താണ്, ഇന്റിമിഡേഷൻ ആണ്. അങ്ങനത്തെ ഒരു സെൽഫാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടാക്ടിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടാക്ടിക്സ് വരുന്നത്. സെൽഫ് പ്രൊമോഷൻ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടാക്ടിക്സ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് ആണ്. അതായത് നമ്മൾ സംസാരത്തിന്റെ ഇടയിൽ നമ്മളെ തന്നെ കുറച്ച് പൊക്കി പറയാ, പ്രൊമോട്ട് ചെയ്യാന്ന് പറയില്ലേ, എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യും. ആ ഒരു ടാക്ടിക്സ് ആണ് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഭയങ്കര കോമ്പീറ്റന്റ് ആണ്, എന്നെ ആ ഒരു പോസ്റ്റിലേക്ക് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ വളരെ നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ നമ്മുടെ സെൽഫിനെ തന്നെ എന്ത് ചെയ്യാണ്, അവിടെ പ്രൊമോട്ട് ചെയ്യാണ്. ഇതാണ് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടാക്ടിക്സിൽ വരുന്നത്. പിന്നെയാണ് അസംബ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. അസംബ്ലിഫിക്കേഷൻ ഓക്കെ. അതായത് എക്സംപ്ലിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്കിത് ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാവും, അങ്ങനെയൊക്കെ നമ്മുടെ സെൽഫിനെ പ്രസന്റ് ചെയ്യുക. സിമ്പതറ്റിക് വേയില് നമ്മുടെ സെൽഫിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എക്സംപ്ലിഫിക്കേഷനിൽ വരുന്നത്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എന്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, എനിക്ക് ഈ ജോലി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ട് നമ്മുടെ സെൽഫിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സംപ്ലിഫിക്കേഷൻ. ലാസ്റ്റത്തെ ടാക്ടിക്സ് ആണ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. സപ്ലിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്, വീക്ക്നെസ് ആണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. അതായത് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകളാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ പിടിച്ചു കാട്ടുന്നത്. ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ മറ്റേതും ഇതും. എക്സംപ്ലിഫിക്കേഷനും സപ്ലിക്കേഷനും ഏകദേശം സിമിലർ ആണ്. ഇതിന് കൂടുതലായിട്ട് എന്താണ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിമ്പതി ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്, നമ്മളെ ആരും സഹായിക്കാനില്ല, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നുള്ള രീതിയിൽ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിൽ നമ്മുടെ സെൽഫിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സപ്ലിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് ടാക്ടിക്സിൽ വരുന്നത് കേട്ടോ. നമ്മള് അടുത്ത സെൽഫ് പ്രസന്റേഷൻ യൂസ് ചെയ്യുന്ന ടാക്ടിക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് എഴുതാ, ഇൻഗ്രീഷിയേഷൻ എന്താണ്, ഇന്റിമിഡേഷൻ എന്താണ്, അതുപോലെ തന്നെ സെൽഫ് പ്രൊമോഷൻ, അസംബ്ലിഫിക്കേഷൻ, സപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സെൽഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കുക. പിന്നെ ആ സെൽഫ് കൺസെപ്റ്റ് രൂപീകരിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലുക്കിംഗ് ഗ്ലാസ് സെൽഫും അതുപോലെ സോഷ്യൽ കമ്പാരിസണും. അതിന്റെ ജസ്റ്റ് കൺസെപ്റ്റ് നോക്കി വെക്കുക. പിന്നെ സെൽഫ് എസ്റ്റീം എന്താണ്, അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ നോക്കുക. പിന്നെ സെൽഫ് പ്രസന്റേഷൻ ആണ് പിന്നെ വരുന്നത്. സെൽഫ് പ്രസന്റേഷന്റെ തിയറീസും സെൽഫ് പ്രസന്റേഷന്റെ ടാക്ടിക്സും, ഇത്രയും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണോ, ക്ലിയർ ആണോ, ഡൗട്ട് ഉണ്ടോ? യെസ് മാം. മാം ഈ എക്സംപ്ലിഫിക്കേഷനും സപ്ലിക്കേഷനും സെയിം തന്നെയാണോ? ഏകദേശം സെയിം തന്നെയാണ്, സിമിലർ ആണ്. അതായത് എക്സംപ്ലിഫിക്കേഷനിൽ വരുന്ന ഒരു മാറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഭയങ്കര മോറൽ വൃത്തിയാണ് എന്നും കൂടെ അവർ കാണിക്കും. അതായത് ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എന്നെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര വൃത്തിയായിട്ടുള്ള ആളാണ്, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ ഞാൻ വൃത്തിയാണ്. നിങ്ങൾ എന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഗിൽറ്റ് ചെയ്യേണ്ട വരില്ല, ഞാൻ നന്നായിട്ട് പണിയെടുക്കും, ഞാൻ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്കർ ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആളുടെ സെൽഫിനെ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സപ്ലിക്കേഷനിൽ ഫുള്ള് സിമ്പതിയാണ്, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് കംപ്ലീറ്റ് സിമ്പതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് സപ്ലിക്കേഷനിൽ വരുന്നത്. അങ്ങനെയാണ് ഒരു ചെറിയ എന്താണ് ഡിഫറൻസേ വരുന്നുള്ളൂ. രണ്ടിലും എന്താണ്, ഞാൻ സഫറർ ആണ്, ഞാൻ ഭയങ്കര അനുഭവിക്കുന്ന ആളാണെന്ന് തന്നെയാണ് അവർ പ്രസന്റ് ചെയ്യുക. പക്ഷെ എക്സംപ്ലിഫിക്കേഷനിൽ കുറച്ചും കൂടെ ഞാൻ മോറൽ വ്യക്തിയാണ്, ഞാൻ മോറലി ഭയങ്കര അടിപൊളിയായിട്ടൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലും കൂടെ അവർ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ മാം, താങ്ക് യു. ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 3 വരുന്നത്. ഇനി എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ചോദിച്ചാലോ മതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4th യൂണിറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.